ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കുണ്ടായ വലിയ തോൽവി അത് കൃത്യമായി പരിശോധിച്ചുവെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇപ്പോൾ വ്യക്തമാക്കിയത്. CPM യോഗങ്ങളിൽ അത് കൃത്യമായി തന്നെ ചർച്ചയായി. എന്തൊക്കെ കാര്യങ്ങൾ പരിശോധിക്കണം, അതിലെന്തൊക്കെ കാര്യങ്ങൾ തിരുത്തണം, ആ കാര്യങ്ങളെല്ലാം തന്നെ ഒരു വ്യക്തത വന്നിട്ടുണ്ട്. തുടർ ദിനങ്ങളിൽ ഇനി അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് പാർട്ടി കടക്കും എന്നാണ് പറഞ്ഞത്. ഷഫീദ് റാവുത്തർ ചെയ്യുന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ഷഫീദ്, കൃത്യമായി തോൽവിയെ പഠിക്കുന്നു പാർട്ടി എന്ന് പാർട്ടി സെക്രട്ടറി വ്യക്തമാക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെയുള്ള വിമർശനങ്ങൾ പാർട്ടിയുടെ പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു. പക്ഷേ ആ കാര്യങ്ങളിലേക്ക് പാർട്ടി സെക്രട്ടറി പോയില്ല. മറിച്ച് ജനങ്ങളുടെ മനോഭാവം മനസ്സിലാക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല, അതിൽ വീഴ്ചയുണ്ടായി എന്ന് പറഞ്ഞൊഴിയുന്നു. മറ്റൊന്ന്, ഈ ജാതി മത സംഘടനകൾ കൃത്യമായി പേരെടുത്ത് പറഞ്ഞാണ് ഇപ്പോൾ വിമർശനം ഉണ്ടായിരിക്കുന്നത്. ചില ക്രൈസ്തവ വിഭാഗങ്ങൾ വർഗീയ അജണ്ടയ്ക്ക് അടിമപ്പെട്ടു. ഒപ്പം തന്നെ SNDP പോലുള്ള മറ്റ് സംഘടനകൾ അതെല്ലാം തന്നെ ഇടതുമുന്നണിക്കെതിരായി പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതെല്ലാം തോൽവി കാരണമായി എന്നാണോ പാർട്ടി വിലയിരുത്തിയിരിക്കുന്നത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-നെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ തരത്തിലുള്ള വീഴ്ചകളും മാത്രമല്ല വോട്ട് ചോർച്ച അടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ ചർച്ച നടന്നു സംസ്ഥാന കമ്മിറ്റിയിൽ, സംസ്ഥാന നേതൃയോഗങ്ങളിൽ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതടക്കമുള്ള കാര്യങ്ങളിൽ പ്രത്യക്ഷമായ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിൽ അതുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിലെ പ്രതികരണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ മുന്നണിയാണ്. അതായത് ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട നിലവിൽ, അതായത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ എത്തണമെങ്കിൽ, NDA എതിർക്കണമെങ്കിൽ അത് കോൺഗ്രസിന് വോട്ട് ചെയ്തതാകും കൂടുതൽ ഉചിതം എന്നുള്ളൊരു ചിന്ത അത് ജനങ്ങളിലേക്കുണ്ട്. അങ്ങനെ ഒരു സ്വാധീന കാര്യം ജനങ്ങളിലേക്കുണ്ട് എന്ന് MV ഗോവിന്ദൻ പറയുന്നുണ്ട്. മാത്രമല്ല ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി സാധ്യതയാണ് BJP എതിർത്തത്. കേരളത്തിൽ ഇടതുപക്ഷം എതിരിട്ടത് UDF-നെ ആയിരുന്നു. ഇത് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പരിമിതി ഉണ്ടാക്കി എന്നടക്കമുള്ള കാര്യങ്ങൾ അത് CPM വിലയിരുത്തുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അത് ഈ ക്ഷേമ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളുടെ വിതരണമാണ്, ജനക്ഷേമ പ്രവർത്തനങ്ങളാണ്. അതായത് ജനക്ഷേമ പ്രവർത്തനങ്ങൾ അത് കൃത്യമായി എത്താത്തതടക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന് CPM വിലയിരുത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്. അതായത് കേന്ദ്ര സർക്കാരുടെ ഞെരുക്കമടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടും അത് കൃത്യമായ രീതിയിൽ അവിടേക്ക് എത്താതിരുന്നത് ജനങ്ങൾക്കിടയിൽ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി എന്നുള്ള കുറ്റപ്പെടുത്തൽ ഉണ്ടാകുന്നുണ്ട്. മാത്രവുമല്ല ഈ BJP-യെ എതിരിടുന്നത് ആര് എന്നടക്കമുള്ള കാര്യങ്ങളിൽ മുസ്ലിം അതേപോലെ തന്നെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ അവരും മാറി ചിന്തിച്ചു തുടങ്ങി. അതും ഇടതുപക്ഷത്തിന് കേരളത്തിൽ തിരിച്ചടി. അതേസമയം ഏതെങ്കിലും തരത്തിൽ ഈ ഭരണവിരുദ്ധ വികാരം പൂർണ്ണമായിട്ടും ഇല്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറയുന്നത് ചില കാര്യങ്ങളിൽ അതൊരു പരോക്ഷമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തലായി നമുക്ക് കണക്കാക്കാൻ കഴിയും. അതായത് ചില കാര്യങ്ങളിൽ പാർട്ടി തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തി അതടക്കമുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് പോകും. അപ്പോഴും SNDP അടക്കമുള്ള സംഘടനകൾക്ക് കൃത്യമായി ചില വിമർശനങ്ങളും CPM ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തുഷാർ വെള്ളാപ്പള്ളിയുടെയും വെള്ളാപ്പള്ളി നരേഷിന്റെയും പേരടക്കം എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി വിമർശനം ഉന്നയിച്ചത്. ശരി ഷഫീദ്.